എല്ലാവർക്കും ശ്രീരാഗ് റാംബോ VOLGSലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യുന്ന വീഡിയോ എന്ന് പറയുമ്പോൾ പങ്ക്ചർ ടയർ ചേഞ്ചിങ് ആണ്. നമ്മൾ എവിടെയെങ്കിലും പോകാൻ നിൽക്കുക, എന്തെങ്കിലും അത്യാവശ്യ കാര്യത്തിനായിട്ട് നിൽക്കുക, നമ്മുടെ ടയർ പഞ്ചർ ആവുകയാണെങ്കിൽ അത് എത്രയും പെട്ടെന്ന് സിമ്പിളായിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യുന്ന എങ്ങനെയാണെന്നാണ് ഈ വീഡിയോ കാണാൻ പോകുന്നത്. അതിന് തന്നെ നമ്മുടെ ജാക്കി എടുക്കുക. ജാക്കി എടുത്ത് നമ്മുടെ ഏത് വീലാണോ പഞ്ചറായത് അതിൻ്റെ ഏറ്റവും അടുത്തുള്ള പൊസിഷനിൽ ഇതേപോലെ അടിയിലുള്ള റണ്ണിങ് ബോർഡിൽ ഇതേപോലെ ജസ്റ്റ് ഒരു പോർഷൻ ഇങ്ങനെ തള്ളി നിൽക്കും. അതിൻ്റെ ഇടയിലോട്ട് നമ്മളെ ജാക്കി കറക്റ്റ് ഫിക്സ് ചെയ്തിട്ട് നമ്മളെ ജാക്കി ഒന്ന് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുകയാണ്. ഫുള്ള് ടൈറ്റ് ചെയ്ത് വെക്കേണ്ട, ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത്, അതായത് വീല് തറയുന്ന പൊങ്ങണ രീതിയിൽ ചെയ്യേണ്ട, ജസ്റ്റ് ഒന്ന് അതവിടെ വെച്ചിരുന്നാൽ മതി. അതിനുശേഷം നമ്മൾ ഓരോ വീൽസിൻ്റെ നട്ട് ഇളക്കിയാണ്. ഇപ്പം ഇതിൽ 4 നട്ടാണ് വരുന്നത്. അത് നമ്മൾ കൗണ്ടർ ക്ലോക്ക് വൈസ്, അതായത് ക്ലോക്ക് കറങ്ങുന്നതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടാണ് നമ്മൾ ഇളക്കുന്നത്. അപ്പോൾ നമ്മൾ കൈകൊണ്ട് പ്രഷറൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഇളകത്തില്ല. അപ്പോൾ ഏറ്റവും ഈസി വേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ നട്ടിങ്ങനെ സ്ട്രെയിറ്റ് പൊസിഷനിൽ മാക്സിമം സ്ട്രെയിറ്റ് പൊസിഷനിൽ വെച്ചിട്ട് നമ്മൾ അതിൻ്റെ പുറത്തോട്ട് കയറി നിന്ന് കൊടുത്താൽ മതി. അപ്പോൾ ആ നട്ട് എന്തായാലും ഇളകി വരും. അതിനുശേഷം നമ്മളെ 4 നട്ടും ഒരേപോലെ ലൂസും ചെയ്ത് ഇളക്കിയാണ്. ഫുള്ള് ഇളക്കില്ല, ജസ്റ്റ് മാക്സിമം ആ ഒരു ടിപ്പ് പോയിൻ്റ് വരെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ ജാക്കി ഫുള്ള് കറക്കി ഇങ്ങനെ പൊക്കി കൊടുക്കുകയാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ ടയർ തലത്തെ ലെവലിൽ നിന്ന് പൊങ്ങി നിൽക്കുകയാണ്. അപ്പോൾ നമ്മളെ 4 നട്ട്സ് ഇളക്കിയെടുക്കുക. അതിനുശേഷം ടയർ ഫുള്ളായിട്ട് ഇളക്കിയെടുക്കുക. നെക്സ്റ്റ് നമ്മളെ സ്റ്റെപ്പിനി ടയറിനെ ഉരുട്ടിയെടുത്ത് അതിൻ്റെ കറക്റ്റ് പൊസിഷനിൽ വെക്കുക എന്നുള്ളതാണ്. അത് ജസ്റ്റ് 4 ഹോൾസിലും കറക്റ്റ് കയറിയിരുന്നാൽ മതി. ഇതേപോലെ കറക്റ്റ് കയറിയിരിക്കുന്ന പൊസിഷനായിട്ട് നമ്മൾ 4 നട്ട്സും ഫുള്ളായിട്ട് ടൈറ്റ് ചെയ്യുന്നില്ല, ജസ്റ്റ് ഒന്ന് ആ പൊസിഷനിൽ നിന്ന് ടയർ അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് ടൈറ്റ് ചെയ്ത് വെച്ചാൽ മതി. ഫുൾ ടൈറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിനുശേഷം നമ്മളെ ജാക്കി നമ്മൾ ലൂസൺ ചെയ്ത് താഴോട്ടാക്കിയാണ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ചെയ്ത അതേ സെയിം പ്രൊസീജിയർ ടെക്നിക്ക് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് ക്ലോക്ക് കറങ്ങുന്ന ഡയറക്ഷനിലോട്ട്, അതായത് റൈറ്റ് സൈഡിലോട്ടാണ് നമുക്ക് നട്ട് ടൈറ്റ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മൾ നട്ടിൻ്റെ പുറത്തോട്ട് ജസ്റ്റ് കയറി നിന്ന് കൊടുത്താൽ മതി, നട്ട് കറക്റ്റായിട്ട് ടൈറ്റ് ആയിക്കോളും. അപ്പോൾ 4 വീലും ടൈറ്റ് ചെയ്യുന്നത് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുകളിലത്തെ നട്ട് ടൈറ്റ് ചെയ്യുകയാണെങ്കിൽ പിന്നെ ചെയ്യാനുള്ളത് താഴത്തെ നട്ടാണ്. ലെഫ്റ്റ് സൈഡിൽ നട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് റൈറ്റ് സൈഡിലുള്ള നട്ടാണ് ടൈറ്റ് ചെയ്യാനുള്ളത്. അതായത് 4 നട്ടും ടൈറ്റ് ചെയ്യുമ്പോൾ ഒരേപോലെ തന്നെ ടൈറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മളെ ജാക്കി ഊരി എടുത്താൽ മതി. അത് കഴിഞ്ഞ് നമ്മളെ ജാക്കിയും ബാക്കി പഴയ നമ്മളെ പഞ്ചറായ ടയർ തിരിച്ച് നമ്മൾ ബാക്ക് ഡിക്കിയുടെ അവിടെയുള്ള പൊസിഷനിലോട്ട് വയ്ക്കുകയാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. ടയർ നമ്മൾ പഞ്ചറായി കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാനുള്ള ഒരു 10 മിനിറ്റ്സിനകത്ത് നമുക്കിത് ഇത്രയും ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ ഈസി ആയിട്ടുള്ള പരിപാടിയാണ്. അപ്പോൾ നിങ്ങളിനി ഇതേപോലെ എവിടെയെങ്കിലും പോകുന്ന സമയത്ത് ഇതേപോലെ ടയർ പഞ്ചറാണെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട, മൊബൈൽ പഞ്ചറൊന്നും വിളിക്കേണ്ട, നമുക്ക് നമ്മളെ സ്റ്റെപ്പിന് തന്നെ നമുക്ക് മാറ്റാൻ പറ്റും. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.